2023 PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അസേർഷൻ രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി രൂപയുടെ മൂല്യം കുറയ്ക്കൽ ഡിവാലുവേഷൻ ഓഫ് റുപ്പി നടപടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. റീസൺ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് 1966, 67, 67, 68, 68, 69 എന്നീ വർഷങ്ങളിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. ഇവിടെ ആൻസർ പറയുന്നത് എ 6, അതായത് അസേർഷനും റീസണും ശരിയാണ്. പക്ഷെ റീസൺ പറഞ്ഞിരിക്കുന്നത് എയുടെ ശരിയല്ലെങ്കിൽ അസേർഷന്റെ വിശദീകരണം അല്ല എന്നാണ്. തുറന്ന സമ്പദ് വ്യവസ്ഥയിൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒരു ഓപ്പൺ എക്കോണമിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അസ്ഥിര വിനിമയ നിരക്കിൽ, അതായത് അസ്ഥിരം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അസ്ഥിരമാണ്, സ്ഥിരമല്ല, അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ അസ്ഥിര വിനിമയ നിരക്കിൽ വിദേശ നാണയത്തിന്റെ ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെ, ഡിമാൻഡ് സപ്ലൈ ആ ഒരു ശക്തികളാണ് എക്കണോമിയിൽ പ്രവർത്തിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിനിമയ നിരക്ക് പ്രസ്താവിക്കുന്നത്. ഏതിലാണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ അസ്ഥിര വിനിമയ നിരക്ക്. ഇനി അസ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ കേന്ദ്ര ബാങ്ക് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് തന്നെ ആ ഒരു വിനിമയ നിരക്ക് കണ്ടുപിടിച്ചോളൂ. സ്ഥിര വിനിമയ നിരക്ക്, അതായത് സ്ഥിരമായതുകൊണ്ട് തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതിൽ സ്ഥിര വിനിമയ നിരക്കുള്ള രാജ്യത്ത് വിനിമയ നിരക്കിൽ മാറ്റം ഉണ്ടാകുന്നത് ഗവൺമെന്റിന്റെ നടപടി മൂലമാണ്. അത് ഫിക്സഡ് ആവുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റ് അതിൽ ഇടപെടുന്നത് മൂലമാണ്. വിനിമയ നിരക്കിൽ മാറ്റം ഉണ്ടായാൽ കേന്ദ്ര ബാങ്ക് കമ്പോളത്തിൽ ഇടപെടുകയും മുൻനിശ്ചയിച്ച വിനിമയ നിരക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരു ഫിക്സഡ് റേറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് എങ്ങാനും വ്യതിചലിച്ച് മാറാണെങ്കിൽ അവരെന്ത് ചെയ്യും? ബാങ്ക് ഇടപെടും, കേന്ദ്ര ബാങ്ക് ഇടപെടുകയും ആ റേറ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. സ്ഥിര വിനിമയ നിരക്ക് വ്യവസ്ഥയിൽ സർക്കാർ ഇടപെട്ട് വിനിമയ നിരക്ക് ഉയർത്തിയാൽ, അതായത് തദ്ദേശീയ കറൻസിയുടെ മൂല്യം കുറച്ചാൽ അത് അപമൂലനം, ഡീവാലുവേഷൻ എന്നറിയപ്പെടുന്നു, അല്ലെ. സ്ഥിര വിനിമയ നിരക്ക് വ്യവസ്ഥയിൽ സർക്കാർ ഇടപെട്ട് വിനിമയ നിരക്ക് ഉയർത്തിയാൽ, അതായത് തദ്ദേശീയ കറൻസിയുടെ മൂല്യം കുറച്ചാൽ അത് ഡീവാലുവേഷൻ എന്നറിയപ്പെടുന്നു. സർക്കാർ തദ്ദേശ കറൻസിയുടെ വില വർദ്ധിക്കും വിധം വിനിമയ നിരക്ക് കുറച്ചാൽ അതിന്റെ മൂല്യവർദ്ധനയാണ്. ഡീവാലുവേഷൻ ചെയ്യുന്നത് കയറ്റുമതി കൂട്ടാനും അതിലൂടെ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് പ്രവഹിക്കാനും സഹായിക്കും. ഇവിടെ പറഞ്ഞത് വിനിമയ നിരക്കിൽ മാറ്റമുണ്ടാക്കാൻ കേന്ദ്ര ബാങ്ക് ഇടപെടും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ. സ്ഥിര വിനിമയ നിരക്ക് വ്യവസ്ഥ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ സർക്കാർ ഇടപെട്ട് വിനിമയ നിരക്ക് ഉയർത്തിയാൽ, അതായത് നമ്മുടെ കറൻസിയുടെ റേറ്റ് കുറയ്ക്കുന്നു, അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതായത് തദ്ദേശീയ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നു, അതിന് ഡീവാലുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് അവിടെ കൂടുതലായിരിക്കും. ഇനി റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ കറൻസിയുടെ ആ ഒരു റേറ്റ് കൂട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ തദ്ദേശ കറൻസിയുടെ വിനിമയ നിരക്ക്, തദ്ദേശ കറൻസിയുടെ വില വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ ഡോളറുമായിട്ടൊക്കെ നോക്കുമ്പോൾ രൂപക്ക് നല്ല മുന്നേറ്റം ഉണ്ട്. അപ്പൊ അതിന് എന്താണ്? മൂല്യവർദ്ധന എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എക്സ്ചേഞ്ച് റേറ്റ് അവിടെ കുറയും, അല്ലെ. എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയം ഇതൊക്കെ കുറയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഡീവാലുവേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നു, എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുന്നു. ഡിവാലുവേഷൻ ചെയ്യുന്നത് കയറ്റുമതി കൂട്ടാനും അതിലൂടെ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് പ്രവഹിക്കാനും സഹായിക്കും. ഇനി 1962 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, വിഭവങ്ങളുടെ അഭാവം, പണപ്പെരുപ്പ വർധന എന്നിവ കാരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥ തകർന്നിരുന്നു, അല്ലെ. വിഭവങ്ങളുടെ അഭാവം, പണപ്പെരുപ്പ്, അതായത് ഇൻഫ്ലേഷനും കാരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥ തകർന്നിരുന്നു. ഈ അവസരത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച് കയറ്റുമതി കൂട്ടി വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിച്ചു. ഈ അവസരത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച്, അതായത് ഡീവാലുവേഷൻ ചെയ്യുക, അതുവഴി കയറ്റുമതി കൂട്ടുക, അങ്ങനെ വിദേശ നാണ്യം കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ശ്രമിക്കുന്നു. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ തകർച്ചയാണ് ഡീവാലുവേഷനിലേക്ക് നയിക്കുന്നത്. 1949, 66, 91 എന്നീ വർഷങ്ങളിൽ രൂപയുടെ മൂല്യം കുറയ്ക്കൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അസ്ഥിര വിനിമയ നിരക്കിന്റെയും സ്ഥിര വിനിമയ നിരക്കിന്റെയും മിശ്രിത രൂപമാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. വിപണിയും കേന്ദ്ര ബാങ്കും ചേർന്നാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്നത്. അതായത് രണ്ടുപേരും, വിപണിയും കേന്ദ്ര ബാങ്കും ചേർന്നാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്നത്. അപ്പൊ 1949, 66, 91 എന്നീ വർഷങ്ങളിൽ രൂപയുടെ മൂല്യം കുറയ്ക്കൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അസർഷനിൽ പറഞ്ഞത് എന്താണ്? രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി രൂപയുടെ മൂല്യം കുറയ്ക്കൽ നടപടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. അത് കറക്റ്റ് ആണ്. രൂപയുടെ മൂല്യം കുറയുമ്പോഴത്തേക്കും നമുക്ക് കയറ്റുമതി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയറ്റുമതി ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറെ വിദേശ നാണ്യം ഇങ്ങോട്ടേക്ക് എത്തുന്നു. കാരണം എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നു, കൂടുതൽ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുന്നു. അപ്പൊ അസർഷൻ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി റീസൺ പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് 66, 67, 67, 68 അങ്ങനെ 68, 69 വരെയുള്ള 3 വർഷം പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അത് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം 62 ഇന്ത്യ ചൈന യുദ്ധം, 65, 66 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, പിന്നെ വിഭവങ്ങളുടെ അഭാവം, പണപ്പെരുപ്പം എന്നിവ കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ച് കയറ്റുമതി കൂട്ടി വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിച്ചു. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ തകർച്ചയാണല്ലേ. ഇവിടെ റീസൺ ആയിട്ട് പറഞ്ഞത് പ്ലാൻ ഹോളിഡേ കാരണമാണ് ഡിവാലുവേഷൻ നടത്തിയതെന്നാണ്. പക്ഷെ അതല്ല കറക്റ്റ്. പ്ലാൻ ഹോളിഡേ കൊണ്ടല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിവാലുവേഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിവാലുവേഷൻ നടത്തിയ കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ 49, 66, 91
49 സ്വാതന്ത്ര്യം കിട്ടി 2 വർഷങ്ങൾക്ക് ശേഷം, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു 65-66 കാലഘട്ടത്തിൽ പിന്നെ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി 1991 ആ വർഷങ്ങളിലും നമ്മൾ രൂപയുടെ മൂല്യം കുറയ്ക്കൽ നടപടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഫിക്സഡ് എക്സ്ചേഞ്ചും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ചും പഠിച്ചു. ഇനി ഇതിന്റെ രണ്ടിന്റെയും സമ്മിശ്രമാണ് നമ്മൾ പഠിക്കുന്ന ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഫിക്സഡിനെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് ഇടപെടൽ, ഫ്ലെക്സിബിളിനെ നിയന്ത്രിക്കുന്ന മാർക്കറ്റ് പവേഴ്സ്, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതും വിപണിയും ചേർന്നിട്ടാണ് അതിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നഗരങ്ങളുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ഇന്ത്യയിലെ അവസാന സെൻസസ് പ്രകാരം ഈ നഗരങ്ങളെ ജനസംഖ്യ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക. അപ്പൊ ഡൽഹി, പൂനെ, മുംബൈ, ബാംഗ്ലൂരു അല്ലെ, ജനസംഖ്യ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുകയാണ്. അപ്പം ആൻസർ വരുന്നത് ആദ്യം മുംബൈ, അത് കഴിഞ്ഞ് ഡൽഹി, അത് കഴിഞ്ഞ് ബാംഗ്ലൂരു, അത് കഴിഞ്ഞ് പൂനെ. അപ്പൊ സംസ്ഥാനങ്ങൾ ജനസംഖ്യ കൂടിയ ക്രമത്തിൽ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, പിന്നീട് ബീഹാർ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്. ഏതൊക്കെയാണ്? ആദ്യം ഉത്തർപ്രദേശ്, പിന്നെ അടുത്ത മഹാരാഷ്ട്ര, പിന്നെ അത് കഴിഞ്ഞ് ബീഹാർ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, പിന്നെ പശ്ചിമ ബംഗാൾ, അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ തമിഴ്നാട്, അത് കഴിഞ്ഞ് രാജസ്ഥാൻ, പിന്നെ കർണാടക, പിന്നെ ഗുജറാത്ത്. ആ ഒരു ഓർഡറിലാണ്. സംസ്ഥാനങ്ങൾ ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ നമുക്ക് അറിയാലോ, ബീഹാറാണ് ആദ്യം, അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ, അത് കഴിഞ്ഞിട്ടാണ് കേരളം. കേരളം മൂന്നാം സ്ഥാനമാണ് കേരളത്തിന്. സംസ്ഥാനങ്ങൾ സാക്ഷരത കൂടുതൽ നമുക്കറിയാം, ആദ്യം കേരളം തന്നെയാണ്, അത് കഴിഞ്ഞ് മിസോറാം. മിസോറാമിലെ സർച്ചിപ്പ് എന്ന് പറഞ്ഞ ജില്ല 100% ലിറ്ററസി ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളം, മിസോറാം, പിന്നെ ഗോവ, പിന്നെ ത്രിപുര, പിന്നെ ഹിമാചൽ പ്രദേശ്. ഈ ഓർഡറിലാണ്. ആദ്യം കേരളം, അത് കഴിഞ്ഞ് മിസോറാം, പിന്നീട് ഗോവ, പിന്നെ എന്താണ് ത്രിപുര, പിന്നെ ഹിമാചൽ പ്രദേശ് ആണ്. ഇനി നഗരങ്ങളാണ് ജനസംഖ്യ കൂടിയ ക്രമത്തിലെങ്കിൽ ആദ്യം മുംബൈ, പിന്നെ ഡൽഹി, പിന്നെ ബാംഗ്ലൂരു, പിന്നെ ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത, സൂററ്റ്, പൂനെ, ജയ്പൂർ. നഗരങ്ങളുടെ ജനസംഖ്യാ ക്രമം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുംബൈ ആണ്. അത് കഴിഞ്ഞ് ഡൽഹി, മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു, ഹൈദരാബാദ്, പിന്നെ അഹമ്മദാബാദ്, പിന്നെ ചെന്നൈ, കൊൽക്കത്ത, സൂററ്റ്, പൂനെ, ജയ്പൂർ. അങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSIDC എന്ന് പറയും, അതിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള സർക്കാരിന്റെ വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയാണ്. വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കേരളത്തിലെ ഏത് നിക്ഷേപത്തിനും ഏകജാലക സൗകര്യം, വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉത്തേജിപ്പിക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ KSIDCനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുക. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ കുറിച്ച് തന്നെ അറിയാം, വ്യാവസായിക വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അത് രൂപം കൊണ്ട വർഷം 1961 തിരുവനന്തപുരമാണ് അതിന്റെ ആസ്ഥാനം. അപ്പോൾ കേരളത്തിൽ വിദേശ ആഭ്യന്തര നിക്ഷേപത്തിനുള്ള നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നു. വിദേശവും ആഭ്യന്തരവുമായിട്ടുള്ള നിക്ഷേപത്തിന്റെ നോഡൽ ഏജൻസിയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പോൾ ആന്റണി. അപ്പോൾ ബാക്കി ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കേരള സർക്കാരിന്റെ വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ എന്തായാലും വ്യാവസായിക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് പറയാം. വൻകിട ഇടത്തരം വ്യവസായങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു, അതും ശരിയാണ്. ചെറുകിടമാണെങ്കിൽ MSME അല്ലെങ്കിൽ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ എടുത്തു പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വൻകിടം ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, കേരളത്തിലെ ഏത് നിക്ഷേപത്തിന് ഏകജാലക സൗകര്യം, വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഉത്തേജിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണെന്ന് കാണാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ. ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, വസന്തകാലം. ആൻസർ വരുന്നത് ഗ്രീഷ്മകാലമാണ്. അപ്പൊ പൊതുവെ ഋതുക്കളെ നമ്മൾ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിൽ എന്താണ് അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 6 വ്യത്യസ്ത കാലങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളാണ് മാർച്ച് ഏപ്രിൽ തൊട്ട് വസന്തകാലം, മെയ് ജൂൺ ഗ്രീഷ്മകാലം, ജൂലൈ ഓഗസ്റ്റ് വർഷകാലം, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ഡിസംബർ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി. ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓർഡറിൽ പഠിക്കാൻ ഒരു ട്രിക്ക്, അതായത് നിങ്ങളുടെ ആദ്യ പേര് വെച്ച് കൊടുക്കുക. ജനുവരി ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ശിശിരകാലം ശി വ ഗ്രി വ ശ ഹേ അങ്ങനെ ഓർക്കാം. ശിവഗിരി വശഹേ. ശിവഗിരി എന്ന് പറയുമ്പോഴത്തേക്കും ശിശിരകാലം, വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം അങ്ങനെ ഓർത്തിരിക്കുക. ജനുവരി ഫെബ്രുവരി ഒരു കാലത്തിൽ 2 മാസം കവർ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കാം. അപ്പൊ ശിവഗിരി വശഹേ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ അത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ആൻസർ 8 ആണ്. അത് അറ്റോമിക സംഖ്യ 11 എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 2, 8, 1. അപ്പൊ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2, 8, 1 KLMN അങ്ങനെയാണ് ഷെല്ലിന്റെ അത് പോകുന്നത്. അപ്പൊ 2, 8, 1 എന്ന് പറയുമ്പോൾ 8 വരുന്നത് ഇല്ല. എൽ ഷെല്ലിൽ 8. നീൽസ് ബോർ ആവിഷ്കരിച്ച ബോർ ആറ്റം മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം
കുറയുകയും ചെയ്യുന്നു. ഷെല്ലുകൾക്ക് നമുക്ക് ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് 1, 2, 3, 4 എന്ന് പറയുന്ന പോലെ KLMNO പേര് കൊടുക്കാം. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അതിൽ n ഷെല്ലിന്റെ നമ്പറാണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്ന് പറയുമ്പോൾ 2n² 2 ഇട്ട് കൊടുക്കാം. അപ്പൊ 8 എന്ന് കിട്ടും. 2n², n 2, 2ന്റെ സ്ക്വയർ 4, 4 × 2 8. അപ്പൊ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം K2 ആണ്, L8 ആണ്, M18, N32. ഇതെല്ലാം 2n² ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അറ്റോമിക് സംഖ്യ 11 ആയ മൂലകം സോഡിയം ആണ്. സോഡിയത്തിന്റെ ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ 281 ആണ്. അതായത് K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 8, M ഷെല്ലിൽ 1. അങ്ങനെയാണ് ക്രമീകരണം. പിന്നെ ഓരോ ഷെല്ലിലും ഉപ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകൾക്ക് നമുക്ക് SPDF എന്നിങ്ങനെ പേര് നൽകാനായിട്ട് സാധിക്കും. ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകളാണ് ഓർബിറ്റലുകൾ. അല്ലെ, ഈ സബ് ഷെല്ലുകളിൽ തന്നെ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഓർബിറ്റലുകൾ. ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പൊ ഈ സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലാകെ 2. അതിന് ഗോളാകൃതിയാണ്. പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ അതിന് എത്രയാണ്? 6. ഡംബലിന്റെ ആകൃതിയാണ്. ഡി സബ് ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ 5 × 2 10 എണ്ണം കിട്ടും. എഫ് സബ് ഷെല്ലിൽ 7 ഉണ്ട്. 7 × 2 14. അപ്പൊ ഇവയുടെ ആകൃതിയൊക്കെ സങ്കീർണമാണ്. എസിന്റെ നമുക്ക് ഗോളാകൃതി, പി എന്ന് പറയുമ്പോഴത്തേക്കും ഡംബല് ഡി എഫും സങ്കീർണമാണെന്നാണ് പറയുന്നത്. അപ്പൊ എസിന്റെ 2 ഇലക്ട്രോണുകൾ കൊള്ളും. പിയിൽ 6, 4 വെച്ച് കൂടി പോരുന്നു. ഡിയിൽ 10, എഫിൽ 14. ഇനി ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നത്. ഇനിയാണ് സബ്ഷെൽ ഇലക്ട്രോൺ. അല്ലെ, ഊർജ്ജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്, ആദ്യം കുറഞ്ഞതിൽ കയറിയാണ് കൂടിയതിലേക്ക് വരുന്നത്. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും, അല്ലെ, ഇടതുവശത്ത് സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കും. എക്സാമ്പിൾ 1s2. 1s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണ്. SPDF എസ് ആണ്. 2 എന്ന് പറയുന്ന എസിലെ മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ എസിൽ ഇപ്പോൾ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 എന്നാണ് കാണിക്കുന്നത്.